എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആണ് ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ വീട്ടുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കാരണം ഒന്ന് ജസ്റ്റ് എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, കുറേ ബോയ്സിന്റെ കൂടെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത്. പക്ഷെ അവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സിസ്റ്റർ അല്ലെങ്കിൽ ഭയങ്കര കട്ട ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒരു റിലേഷൻഷിപ്പിലുപരി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ബോയ്സിന്റെ കൂടെ പാതിരാത്രി അല്ലെങ്കിൽ രാവിലെ അങ്ങനെ മീൻസ് അത്രയും ഫ്രീ ആയിട്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഭയങ്കര ബ്ലെസ്സിങ്സ് തന്നെയല്ലേ. ഹസ്ബൻഡ് ഓക്കെ എന്ന് വിചാരിക്കുക, പക്ഷെ ഹസ്ബൻഡിന്റെ വീട്ടുകാരും കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതും എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന ബോയ്സ് ഒക്കെ എൻ്റെ വീട്ടിൽ വരും, ഐ മീൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ വരും, അവർ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും, നമ്മൾ സ്റ്റേ ചെയ്യും വീട്ടിൽ, അങ്ങനെ അത്രയും അടിപൊളിയാണ്. ശരിക്കും കല്യാണം കഴിഞ്ഞ് പോകുന്ന വീട്ടില് ഈ കയറി വരുന്ന കുട്ടിയെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു നിർത്താനാണ് പല പാരന്റ്സ് നോക്കുന്നത്, പുറത്ത് വിടാനൊക്കെ നാണക്കേടായിട്ട് അങ്ങനെ ചെയ്യുന്ന വീട്ടുകാരാണ് പലരും. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് കിട്ടിയത് എന്തോ വലിയ ഭാഗ്യം പോലെ. ഞങ്ങൾ ടെറസിന്റെ മുകളിൽ നിന്നൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ നോക്കും, അതായത് ബോയ്സിന്റെ കൂടെ ഒക്കെ ഇഷ്ടമല്ലടാ അതൊക്കെ അല്ല ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് അങ്ങനെയൊക്കെ ഇതായിട്ടുള്ള അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കും. അപ്പൊ അമ്മ പറയും, അമ്മായിയമ്മ പറയും, അതിനെന്താ പോവാൻ പറയാ, അത് ഒരു പറയണ പറയട്ടെ, ഇങ്ങള് ചെയ്തോ നമുക്ക് അറിയണല്ലേ, അങ്ങനെ പറയും. അപ്പൊ ഇവർക്ക് ഇത്രയും റീച്ച് കയറുമ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഒക്കെ വരുമ്പോ എന്താ ഇവരുടെയൊക്കെ ഒരു സന്തോഷമല്ല അഭിപ്രായം? അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്, അത്ര തന്നെ അഭിപ്രായം. ഭയങ്കര പ്രൗഡാണോ മരുമോളില്? ഇന്നാള് എൻ്റെ അച്ഛൻ, സ്വന്തം അച്ഛൻ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബഹുമാനം, അച്ഛനെ ഓൾറെഡി അറിയാം. എന്നിട്ട് അവരെ പറയുന്നത് റീൽസ് ചെയ്യുന്ന അർച്ചനല്ലേ, അർച്ചന എൻ്റെ അച്ഛനാണ്. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ നല്ല രീതിയിൽ തന്നെ റീൽസ് ഇനിയും ചെയ്യണം കേട്ടോ, കാരണം ഇവർക്കൊക്കെ ഒരു ബഹുമാനം ഉണ്ട്, അത് കീപ്പ് ചെയ്ത് പോകണം, അങ്ങനെ പറഞ്ഞു. ശരിക്കും ഒരു ഭാഗ്യമല്ലേ അതൊക്കെ? സത്യല്ലേ. ഇപ്പൊ അവരോട് എന്താ പറയുക, അത്രയും സ്നേഹത്തില് അവരോട് എന്താ പറയാനുള്ളത്? ആരോട്? അച്ഛനും അമ്മയും, മീൻസ് ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയോടൊക്കെ എന്താ പറയാനുള്ളത്, ഇതേപോലെ തന്നെ പോവാ. സ്റ്റാർട്ടിങ് തന്നെ ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചു ഒരു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി അത് സ്ക്രിപ്റ്റ് ആവുമോ എന്നുള്ളത്. പക്ഷെ ഇപ്പൊ 3 years ആയി, ഇപ്പോഴും അതേപോലെ തന്നെ തുടരാണ്. കാരണം ഇപ്പൊ എന്നെ നോക്കിയാലും അറിയാം, ഒരു സിന്ദൂരല്ല, താലിമാലല്ല. ഈ താലിമാല ഇടാതെ നടക്കുന്നതിനുള്ളൊരു ഇതെന്താ? താലിമാല ഇപ്പൊ ഹസ്ബൻഡ് ആവണമെന്ന് പറയുന്നതില് താലിമാലയാണോ അതിന്റെ ആ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത്? അല്ലല്ലോ. പല കുലസ്ത്രീകളും അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മൾ ഈ ജനറേഷനിലുള്ളവർ അതൊക്കെ മാറ്റിക്കൊണ്ട് വരണ്ടേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ചെയ്യുന്ന പറയുന്നത് ഒരു എനിക്കറിയില്ല എന്താന്നുള്ളത്, ട്രഡീഷണൽ ആയിരിക്കാം, പക്ഷെ അത് ത്രൂ ആണ് നമ്മുടെ റിലേഷൻ മുന്നോട്ട് പോവാ. താലിട്ടില്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡ് അല്ലാണ്ടാവുക, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഒരിക്കൽ പോലും ഇപ്പൊ വീട്ടുകാർ പറഞ്ഞിട്ടില്ല താലിമാല ഇടണം? ഫസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും കുറച്ച് ആ ഒരു കാര്യത്തിലുണ്ട്, അയ്യോ മോളെ ഇതെന്താ താലില്ലാത്ത ആൾക്കാർ എന്താ പറയാ, ആ ഒരു രീതിയിലൊക്കെ പറയായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു ഏട്ടന് ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഏട്ടന് കുഴപ്പമില്ലെങ്കിൽ അവർക്ക് ഇപ്പൊ എന്താ പ്രശ്നം? പല നമ്മള് 90s ആൾക്കാരാണല്ലോ നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഈ താലിമാല ഇട്ടില്ലെങ്കിലൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ കുറച്ച് സംഭവമാക്കിയിട്ട് താലിമാല അതൊക്കെ ഇട്ട് പോകും. അവരുടെ കൂടെ പോകുമ്പോ സ്വർണ്ണമൊക്കെ സെറ്റ് ആയിട്ട് തന്നെ പോവല്ലേ. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ സിന്ദൂരൊക്കെ തൊടുമ്പോ ഒരു ഭംഗിയല്ലേ, ഒരു ഭാര്യ സംഭവം വരുമല്ലോ, കുടുംബിനിയായ ഒരു ഫീൽ. ശരിക്കും ആദ്യമായിട്ട് വൈറലാവുന്ന റീൽ ഏതാ? ഏതില്ല, ടിക്ടോക്കിലാണോ അതോ ടിക്ടോക്കിലെ രാജകുമാരിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതിലേക്ക് വരാം. ടിക്ടോക്ക് ആയിരുന്നു മെയിൻ. ഇൻസ്റ്റഗ്രാമിൽ വരുമ്പോ ആദ്യം വൈറലാവുന്ന റീൽ ഏതായിരുന്നു? നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെടുക്കുന്ന ചില വീഡിയോസ് ഉണ്ടാവും. കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞങ്ങള് അത്രയും സ്ട്രഗിൾ ചെയ്ത് നൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും റീച്ച് ഉണ്ടാവില്ല. വെറുതെ ട്രെയിനിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോകുമ്പോൾ ട്രെയിനാണ് എന്തെങ്കിലും എടുക്കണ്ടേ, ബോറടിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പിരികം കൊണ്ട് ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ ഇട്ടു. അതിന് 2 million likes ആണ് കിട്ടിയത്. 2 million likes. ആഷ്ലി ലുക്ക് അറ്റ് മീ, ആ ഒരു സാധനമില്ലായിരുന്നു ആ സാധനത്തിന് ചെയ്തപ്പോ. അപ്പൊ ഞാൻ വിചാരിച്ചു കഷ്ടപ്പാടിനൊന്നൊരു വില അല്ലേ ദൈവമേ. അല്ല ഇപ്പൊ പെമ്പിള്ളേര് വെറുതെ നടന്നു പോയ റീച്ച് ആണല്ലോ. സത്യം.